ഞാൻ വലിയ പണക്കാരനായ എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ വേണ്ടി അമ്മ പണയം വെച്ച വീട് ഇന്ന് ജപ്തിയിലിരിക്കുക. അതെനിക്ക് തിരിച്ചെടുക്കണം. നീ എത്ര വരെ പഠിച്ച്? 2ാം ക്ലാസ് വരെ. 2ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴേക്കും വീട് ജപ്തി ചെയ്ത? ഒരു മോൻ 2ാം ക്ലാസ് തന്നെ 15 കൊല്ലം പഠിച്ച ടാറ്റ വരെ തേണ്ടി പോകും. മുഖ്യമന്ത്രി എന്താ പറഞ്ഞിട്ടുള്ളത്? എന്താ പറഞ്ഞിരിക്കുന്നത് എനിക്ക് എങ്ങനെ അറിയാം? 6 മണിക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? അപ്പൊ പിന്നെ പൗർണമി തിങ്കൾ ആര് കാണും? മുഖ്യമന്ത്രിയുടെ കുഴപ്പമാ. അങ്ങേരി 6 മണിക്ക് വാർത്ത വെച്ചാ ഇതുപോലുള്ളത് എങ്ങനെയാ വാർത്ത കേൾക്കുന്നത്? എന്നാ പിന്നെ രാത്രി ഒരു 3 മണിക്ക് വാർത്ത വെച്ചാലോ? അപ്പൊ നമുക്ക് ഉറങ്ങണ്ടേ? അപ്പോഴും അങ്ങേരുടെ കുഴപ്പമാണ്. ഇനി മുഖ്യമന്ത്രി പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്ത്? കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഓരോ വീടിനും 5 പോത്തിനെ വെച്ചെങ്കിലും വളർത്തണമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി 3 വാങ്ങിച്ചാൽ മതിയല്ലോ. അല്ല 2 ഇവിടെ തന്നെ ഉണ്ടല്ലോ. അല്ലടി, 2 പോത്തിനെ വാങ്ങിച്ചാൽ മതി. 3 ഉണ്ടല്ലോ. ഓ, അപ്പൊ ഞാൻ പോത്താണ്. നിങ്ങളെ ഈ ഉടായിപ്പൊന്നും എന്റെ അടുത്ത് നടക്കൂല അമ്പാനെ, എന്റെ അടുത്ത് നടക്കൂല. നിങ്ങൾ എവിടെ പോയി 6 മാസം എന്ന് പറയാതെ നിങ്ങളെ ഈ കുടുംബത്ത് കയറ്റുന്ന എന്റെ കൊച്ചിനെയും കാണിക്കൂല. ഞാൻ ഇറങ്ങിക്കോ എന്റെ കുടുംബത്ത് നിന്ന്. കൊച്ചിനെ കാണിക്കത്തില്ല? ഇല്ല. അപ്പൊ കൊച്ചിനെ എന്നെ കാണണ്ടേ? വേണ്ട. നിനക്കും എന്നെ കാണണ്ട? എന്തിന്? നിനക്കും എന്നെ വേണ്ട? വേണ്ട. അങ്ങനെയുള്ള ഒരുത്തൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അയ്യോ സന്തോഷം. ഞാൻ കുരുക്കിട്ടിലാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നേ ചാവണം. വേലിക്കപ്പുറത്തേക്ക് നക്കേ. വേലിക്കപ്പുറത്തേക്ക് ചക്കയോ? ഞാൻ ആത്മഹത്യ പോവാക്കേ. അവിടെയൊക്കെ അത്രയും ആണുങ്ങൾ നിൽക്കണു, അത് കണ്ടില്ല. അക്കേ മാത്രം. ഹലോ, പാരഡൈസ് ഹോട്ടൽ അല്ലേ? അതെ, ഹോട്ടൽ പാരഡൈസ് ആണ്. മേഡം റൂം ഉണ്ടോ? റൂംസ് അവൈലബിൾ ആണല്ലോ. ഏതാണ് വേണ്ട? AC ആണോ നോൺ AC ആണോ? AC വേണം. ഓക്കെ, എന്നത്തേക്കിനാണ്? ഇന്ന് നൈറ്റ്. ഓക്കെ ഫൈൻ. നിങ്ങൾ എത്ര പേരുണ്ടാവും? ഞാനും വൈഫും. ഓക്കെ, അപ്പം നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാം. അവിടെ നിന്നൊരു പേപ്പർ തരും, അത് ഇവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ മതി. വൈഫ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോണോ മേഡം? അപ്പം നിങ്ങളുടെ വൈഫ് അല്ലേ? എന്റെ വൈഫ് അല്ല, വേറൊരാളുടെ വൈഫാ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകണ്ട. പോലീസുകാർ ഇങ്ങോട്ട് വന്നോളൂ. ആണെന്ന് വെച്ചിട്ട് പോയേ. നിങ്ങൾ പണിക്ക് പോവാൻ നിക്കാണോ? എന്തേ? ഇന്നലെ ഇപ്പൊ മൂല്യരെ ചെലവൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഞാൻ എന്റെ വീട്ടിക്ക് പോട്ടെ. തണ്ടല് നിർത്താൻ വച്ച അവനാന്റെ വീട്ടിൽ പോയാലേ ഒന്ന് നീണ്ടു നിവർന്ന് തണ്ടല് നിർത്തി ഒന്ന് കടക്കാൻ പറ്റുള്ളൂ. എന്താ എന്റെ തണ്ടലിന് കുഴപ്പം? തണ്ടല് ചുരുട്ടിട്ടാ ഇതുവരെ കടഞ്ഞത്. ഞാൻ എന്റെ കുടി പോയാലേ തണ്ടല് നീരുള്ളൂ. ഞാൻ മൂല്യരെ ചെലവൊന്ന് കഴിയാൻ കാത്തിക്കുന്നു. മൂല്യർക്ക് എന്ത് ചെലവ്? ഞമ്മക്കല്ല ചെലവ് മുഴുവൻ. എന്തായാലും ഇപ്പൊ പോണ്ടേ. നിങ്ങൾ എന്തെങ്ങനെ? എന്റെ അമ്മ എപ്പോഴും പറയലുണ്ട്, എന്റെ 4 മരുമക്കളില് കാണാൻ നല്ല ചൊറുക്കും നല്ല സ്വഭാവം ഒക്കെ ഫാറൂഖിനാണെന്ന്. എന്നാ ഏതായാലും പൈക്കോ, 2 ദിവസം കഴിഞ്ഞിട്ട് വാ. വേറൊരു കാര്യണ്ട്. എന്ത്? അവിടെ ചെന്നിട്ട് ഇനി തണ്ടല് നിർത്താൻ മറക്കണ്ട.